ചീവീട് കരയുന്നു. എന്ത് കഷ്ടം, ഉറങ്ങാൻ സമ്മതിക്കൂല. എന്താ മീരെ? എന്ത് പറ്റി? രാവിലെ തന്നെ ഭയങ്കര ദേഷ്യത്തിലാണല്ലോ. എന്താടി പറ. റിമോട്ടാ? ഞാൻ റിമോട്ടൊന്നും കണ്ടില്ല. അതിനൊന്ന് ടി വി കണ്ടിട്ട് വേണ്ട റിമോട്ട് എടുക്കാൻ. നീ മോട്ടിനോട് ചോദിച്ചോ? അല്ല മോളെ, നിനക്ക് നിനക്ക് ടിവിന്റെ റിമോട്ട്. ആ അപ്പൊ മോളൊന്നും അറിഞ്ഞില്ലല്ലേ? ടിവിയിൽ പൈസ ഇല്ല. അച്ഛൻ കേറ്റിട്ട് വേണം നീ കാണണമെങ്കിൽ. ഒന്നും ചെയ്യാനില്ല. ഞാൻ ചെയ്യുന്ന പോലെ കിടന്നുറങ്ങിക്കോ. അല്ല, ഇവിടെ രണ്ട് ചെറിയ സാധനങ്ങൾ ഉണ്ടല്ലോ, എവിടെ പോയി? മോട്ടും മിട്ടും എവിടെ പോയി? മിട്ടുമോള് അടുക്കളയിലാ തോന്നുന്നു, അമ്മേന്റെ കൂടെ. അല്ലെ പുറത്തുണ്ടാവും. മോട്ട് അതാ ഹോളിൽ ഇരുന്ന് എന്തൊക്കെയോ കാണിക്കുന്നു. അവൻ ആ ടെറസിന്റെ മുകളിൽ പഴയൊരു ബാഗ് കിട്ടിയിട്ടുണ്ട്. അതിന്റെ ഉള്ളിൽ എന്തൊക്കെ ഉണ്ടെന്ന് നോക്കുക. ഇവനൊന്നും ഒരു പണിയില്ലേ? ഒരു പണി ഇല്ലാത്തോണ്ടല്ലോ അങ്ങനെയൊക്കെ ചെയ്യുന്നേ. ചേച്ചി ഇത് നോക്ക്, നിന്റെ പഴയൊരു കൂളിംഗ് ഗ്ലാസ് കിട്ടി എനിക്ക്. ഇത് നിനക്ക് എവിടുന്ന് കിട്ടി? ഞാൻ നേരത്തെ ഒരു ബാഗ് തരുന്നില്ലേ, അതിനകത്ത് കിട്ടിയതാ നിന്റെ പഴയ കൂളിംഗ് ഗ്ലാസ്. ഞാൻ ഇത് എവിടേക്കായി തരുന്ന അറിയോ? അതും കൂടി തന്നെ. ഇതെന്തിനാ നിനക്ക്? അത് താ മോട്ടോ. ഇത് എന്റെ, അതെന്തിനാ നിനക്ക്? അത് നിന്റെയാന്ന് ആര് പറഞ്ഞേ? ആര് പറഞ്ഞില്ല, എനിക്കറിയാം അത് നിന്റെയാണ്. അത് നിന്റെതല്ല, അത് എന്റെ പഴയ കൂളിംഗ് ഗ്ലാസാ. ഇത് ഞാൻ വിചാരിച്ചത് കളഞ്ഞു പോയതാണ്. അത് തന്നെ മോട്ടോ. ഇത് എന്റെയാന്ന് പറഞ്ഞില്ലേ മോട്ടോ? അത് നീ മര്യാദയ്ക്ക് തന്നോ, ഇല്ല നീ എന്റെ തനി സ്വഭാവം അറിയും കേട്ടോ. എടാ തല്ലുണ്ടാക്കല്ലേ? മാറിക്കും മാളു, ഇത് ഞാൻ തീർത്തുതരാം. മീരെ, മോട്ടു, നിങ്ങൾ ഇപ്പോൾ അടി നിർത്തിയില്ലെങ്കിൽ ഈ വീട്ടിൽ നിന്നും പുറത്താകുന്നതാണ്. അച്ഛാ, നിങ്ങൾക്ക് പോകാം. ഞാനിപ്പോ എവിടെയുള്ളേ? ഇതൊക്കെ ഒരു രസല്ലേ മാളു? എന്താടി മോളെ നീ ഇങ്ങനെ നോക്കുന്നേ? ഓ, എനിക്ക് എന്റെ മോളെ വീട്ടിലേക്ക് വരണേ പറയുകയൊക്കെ വേണോ? ബാക്കിലുണ്ട്. മോളെ സുഖാണോ? ഇരിക്ക. അതിന് മുന്നേ എന്റെ മക്കളൊക്കെ എവിടെ? മോട്ടു, സുഖാണോടാ മോനെ? അമ്മച്ചിനെ പൊന്നുമൻ. എപ്പഴാ വന്നേ? മിട്ടുമോള് വല്ലാണ്ട് വലുതായി പോയി. മോളെ എന്നാ അമ്മമ്മ എടുത്തു നോക്കട്ടെ. അയ്യോ വേണ്ടായിരുന്നു. അമ്മമ്മ മക്കളെ പിന്നെ എടുക്കാം കേട്ടോ. ആടി മോളെ ഇരിക്ക. അല്ല എന്റെ മീരെ സജനൊക്കെ എവിടെ? ചായ ഒന്നും വേണ്ടടി മോളെ. അല്ല മനുഷ്യ, നിങ്ങൾ ആ വാഴക്കൊല അങ്ങോട്ട് എടുത്തില്ലേ? ഞാൻ അതിന്റെ കാര്യം മറന്നുപോയി. അയ്യോ മോളെ, നീ പോയി എടുക്കൊന്നും വേണ്ട. ആരമ്മ വന്നേ? ഇതാര്? അമ്മമ്മ സുഖാണോ? ആടാ മോനെ സുഖ. എന്തൊക്കെയുണ്ട് വിശേഷം അമ്മച്ചാ? സുഖമായിട്ടിരിക്കുന്നടാ മോനെ. നീ എന്താണ് അങ്ങനെ കൊക്കേനെ പോലെ നീണ്ടു നീണ്ടു പോന്നേ? തടിയില്ല. മാളു ഇവനൊന്നും തിന്നാൻ കൊടുക്കില്ലേ? എന്നിട്ടെന്താടാ മോനെ നീ തടിക്കാത്തെ? ആർക്കറിയാ? അമ്മമ്മേ, അമ്മച്ചാ, നിങ്ങൾ എപ്പോഴാ വന്നേ? അവര് വന്നേ. അതല്ല, നീ ഇത്ര നേരം എവിടെയാണ്? ഇനി എത്ര നേരം ഞാൻ വിളിക്കുന്നേ? ഞാൻ ബാത്റൂമിലായിരുന്നു അമ്മേ, അതാ കേക്കാഞ്ഞേ. നിങ്ങൾക്ക് രണ്ടൊക്കെ സുഖാണോ? സുഖ. എന്ത് കോല മോളെ, നീ ഒന്നും തിന്നില്ലേ?
തിന്നൽ മാത്രം. നിന്റെ മുടിയൊക്കെ എവിടെ പോയി? മുടിയൊക്കെ വന്നോളൂ എന്റെ അമ്മമ്മേ. പിന്നെ തടിക്കുന്ന കാര്യം, ഞാൻ എന്ത് തിന്നാലും തടിക്കൂല. ഞാൻ എന്ത് ചെയ്യാനാ? അല്ല, അതൊക്കെ അവിടെ നിൽക്കട്ടെ. നിങ്ങൾ രണ്ടാളും വരുമ്പോ പൊതുവേ കുറെ സാധനങ്ങളൊക്കെ കൊണ്ടുവരുന്നാണല്ലോ. ഈ പ്രാവശ്യം ഒന്നും കൊണ്ടുവന്നില്ലേ? ആ, ഞാൻ പറയാൻ മറന്നു. എടാ സജിനെ, പുറത്ത് ഒരു വാഴക്കൊല ഉണ്ട്, പോയിട്ട് വന്നേ. വാഴക്കൊലയോ? എന്തേ, നീ വാഴക്കൊല കേട്ടിട്ടില്ലേ? അമ്മ ഒരു വാഴേനോടാണല്ലോ വാഴക്കൊല എടുക്കാൻ പറഞ്ഞേ. കോമഡിയാ? പിന്നെ ചിരിക്കാൻ കേട്ടോ. ചിരിക്കണേ, മറന്നു വരരുത്. ഞാൻ എടുത്തിട്ട് വരാം. രാത്രിത്തേക്കുള്ള ഭക്ഷണമൊക്കെ തയ്യാറാക്കിയ നീ? ഞാനും അടുക്കളയിലേക്ക് വരാം. ആ ആ കുഴപ്പമൊന്നുമില്ലാന്നാണ് ഡോക്ടർ പറഞ്ഞേ. ഇപ്പൊ വീട്ടിലാ. അവര് വീട്ടിലേക്ക് പോന്നു. അല്ലടി മോളെ, രാജു എപ്പോഴാ വരിക? അവന് കഴിക്കാൻ എന്ത് വേണ്ടേ? നാ മാവ് ഇങ്ങോട്ട് എടുക്കുക, ഞാൻ പരത്തി തരാം. എന്താണ് മാളു, മക്കള് കഴിക്കാൻ ചോദിക്കുമ്പോൾ എങ്ങനെയാ പറയണ്ടേ? മോളെ, വർക്ക് ഏരിയയിൽ ഒരു വാഴക്കൊല പഴുപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് പഴമൊക്കെ പഴുത്തതാ. അതിൽ മോൾക്ക് 2 എടുത്ത് തിന്നോട്ടോ. വർക്ക് ഏരിയയിലുണ്ടേ, പോയിട്ട് കഴിച്ചോ. നീ ആ മാവ് കൈ പിടിച്ചോണ്ടിരിക്കുകയാണ്, ഇങ്ങോട്ടാ. ഞാനത് പരത്തിട്ട് ചൂടാ. അമ്മേ, ഒന്നും പറ്റിയില്ല, ചെറുതായിട്ടൊന്ന് വീണതാ. ഒന്നുമില്ല, ഒന്ന് വീണതാടാ. എന്റെ പുറം പോയി. അറിയില്ല അമ്മ, എന്തോ ചവിട്ടിയിട്ടാ വീണേ. എന്റെ നടു പോയി. ഫുള്ള് തിന്നേ, ഇതൊക്കെ എങ്ങോട്ട് പോകുന്നു? എന്നിട്ട് എന്ത് സംഭവിച്ചു മിട്ടുമോളെ? എന്നിട്ട് അങ്കിള് വീണു. അങ്കിള് വീണിട്ട് അങ്കിളിന്റെ പുറം നല്ല വേദനയായിരുന്നു. അങ്കിള് വീണപ്പോ നല്ല സൗണ്ട് ഉണ്ടായിരുന്നു. ടോന്ന് സൗണ്ട് കേട്ടു. ശോ, ഇതൊക്കെ നടക്കുമ്പോ ഞാൻ എവിടെയെന്ന് ആ സീൻ അങ്ങ് കാണാൻ പറ്റിയില്ല. ചേട്ടാ, അതേപോലെ ഒന്നുകൂടെ വീഴോ എനിക്ക് കാണാൻ വേണ്ടി? ആടി, നീയൊക്കെ പറയുമ്പോ ഞാൻ വീണ് കാണിച്ചുതരാ. എന്നിട്ട് വേദന മാറിയിടാ മോനെ? ആ അമ്മ, കുഴപ്പമൊന്നുമില്ല. നല്ലോണം ഒഴിയിടാ മോട്ടു. നല്ലോണം അമർത്തി ഒഴി, നല്ല വേദനയാ കാല്. നിങ്ങൾ എന്തിനാ ആ പാവം കുട്ടീനെ കൊണ്ട് ഇങ്ങനെ പണിയെടുപ്പിക്കുന്നേ? ഓ, അവനത് വലിയ പണിയൊന്നുമില്ല. അല്ലമ്മേ, മോട്ടൂന് ബാഗും ബുക്കും ഒക്കെ വാങ്ങണ്ടേ? എന്നാ പോകുന്നേ? പോവാ, നാളെ മറ്റന്നാളെ അങ്ങനെ പോവാ. മിട്ടുമോളെ, നീ സ്കൂളിൽ പോകുന്നില്ലേ? നിനക്ക് ബാഗും ബുക്കും ഒക്കെ വാങ്ങിച്ചോ? ഇല്ല, മമ്മി പപ്പ അതിനെ പറ്റിയൊന്നും പറഞ്ഞിട്ടില്ല. മിട്ടുമോളെ, നീ എത്രയിലേക്കാ? ഞാൻ യുകെജി എത്തിയില്ലേ? ഞാൻ ബിഗ് ഗേളായല്ലോ. സ്കൂൾ തുറക്കാൻ ഇനി 2 ദിവസം കൂടിയല്ലേ ഉള്ളൂ. പല ആൾക്കാരെ കളികളും ഇനി അവസാനിക്കാൻ പോവുകയാണല്ലോ. അയ്യേ അയ്യേ, സ്കൂളിൽ പോണം. അയ്യേ, എന്താടാ എനിക്കൊരു പ്രശ്നം? പ്രശ്നം മാത്രല്ലേ ഉള്ളൂ, ഏത് പ്രശ്നം പറയണമെന്ന് പറഞ്ഞാ മതി. പോടി പോടി. അല്ലടാ മോനെ, നീ എന്ന് തിരിച്ചു പോന്നേ? അടുത്ത മാസം ലാസ്റ്റ് ആകുമ്പത്തേ പോണച്ചാ. പോണം. ലീവ് കഴിഞ്ഞില്ലേ, 2 മാസമായില്ലേ ഞാൻ വന്നിട്ട്. പോണം, പക്ഷെ ഇന്നല്ല, കുറച്ചു ദിവസം കഴിയും. അപ്പൊ എനിക്ക് നിന്നെ പോലെ പഠിക്കണ്ടേ? അതെ. പിന്നെ വരാതെ? ആ അതെ, നോക്കട്ടെ ആരാം. ആ, മിട്ടുമോൾ അച്ഛനാണല്ലോ. അതെ. ഹലോ.